എഫേസ്യ ലേഖനത്തിലെ വളരെ പ്രസിദ്ധമായ പരിശുദ്ധാത്മാവിന്റെ ഒരു ശൈലിയാണ്, ഇനി നിങ്ങൾ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ഈ കൂടെയുള്ള ശിഷ്യന്മാരോട് എങ്ങനെയായിരിക്കും ഇടപെട്ടത്? കാണാനാണെങ്കിൽ, കണ്ടുപിടിക്കാനാണെങ്കിൽ ഒത്തിരി കുറവുകളില്ലേ? അതൊന്നും പറയാതെ സത്യം മറച്ചിട്ട് സ്നേഹം കാണിച്ചു. അതുകൊണ്ട് അവർ ഗുണപ്പെട്ടു. അതാണ് സഭയിൽ നമ്മൾ എടുക്കേണ്ട രീതി. അപ്പോൾ മറുവശത്തോ, സഭയ്ക്ക് പുറത്തുള്ളവരോടോ സ്നേഹം മറച്ചിട്ട് സത്യം സംസാരിക്കണം. കാരണം ദുഷ്ടനോട് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല. അവരോട് നമുക്ക് സ്നേഹം വേണ്ടേ? വേണം, പക്ഷെ അത് ഉള്ളിൽ വേണം, പുറമെ സത്യം. അതുകൊണ്ട് സഭ ദേശത്തെങ്ങനെയാണ്? സത്യത്തിൻ്റെ തൂണ്, അടിസ്ഥാനം. അകത്ത് സത്യം, പുറത്ത് സത്യം. അതാണ് സഭ ദേശത്ത്. പക്ഷെ പ്രവൃത്തിപഥത്തിൽ നമ്മൾ ഇടപെടേണ്ടത് ഇതുപോലെ തന്നെ. ഒരു സ്ഥലത്ത് സത്യം മറച്ച് സ്നേഹം കാണിക്കണം, മറുവശത്ത് സ്നേഹം മറച്ച് സത്യം കാണിക്കണം. എന്തിനു വേണ്ടി? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാനുള്ള വെളിച്ചം നമ്മുടെ അകത്തുണ്ട്. സകല കുടുംബങ്ങൾക്കും ദൈവത്തിൻ്റെ പേര് വരുവാൻ കാരണമാകാൻ വേണ്ടി, സകല മനുഷ്യർക്കും അനുഗ്രഹമാകാൻ വേണ്ടി. അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ അത് നമ്മുടെ വാഗ്ദത്തം, അനുഗ്രഹം.